ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഗേൾസ് ലൈക്ക് ഇൻ മെൻ. ഒട്ടുമിക്ക ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഗേൾസിനെ പറ്റി അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പറ്റി മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷനിനേലും എന്തുകൊണ്ടും സ്മെല്ലിംഗ് സെൻസ് കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. പുരുഷനിനേലും 10 മടങ്ങ് കൂടുതൽ ന്യൂറോൺ ഒരു ഫീമെയിൽ ഓൾഫാക്ടറി സിസ്റ്റമിലുണ്ട്. ഓൾഫാക്ടറി എന്ന് വെച്ചാൽ നാസൽ വേ അല്ലെങ്കിൽ ഒരു സ്മെല്ലിംഗ് സെൻസ്, ആ സ്മെല്ലിംഗ് പാത്ത്, ആ ഒരു ഇതിനെയാണ് ഓൾഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്മെല്ലിംഗ് അത് എന്തുമായിക്കോട്ടെ, ബാഡ് സ്മെൽ ഓർ ഗുഡ് സ്മെൽ, അതൊരു പെണ്ണിന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഓർഡർ കൂടുതൽ ശ്രദ്ധിക്കുക. മൗത്ത് ഓർഡർ, ബോഡി ഓർഡർ എക്സെട്ര. നിങ്ങൾക്ക് ഈ ഓർഡർ നിസ്സാര കാര്യമായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. മൗത്ത് ഓർഡറിനായിട്ട് ദിവസേന 2 നേരം പല്ല് തേക്കുക. മൗത്ത് വാഷും കഴിയുന്നതും ഉപയോഗിക്കുക. ബോഡി ഓർഡറിനായിട്ട് പെർഫ്യൂം ഉപയോഗിക്കുക. പെർഫ്യൂം എക്സ്പെൻസീവ് ആണെങ്കിൽ, അഥവാ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു ഡിയോഡ്രൻ്റ് ആയാലും മതിയാവും. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ, ക്ലെൻലിനെസ്. പുരുഷന്മാരിൽ കണ്ടുവരുന്ന കാര്യം ക്ലെൻലിനെസ് കുറവ് എന്നതാണ്. പുരുഷന്മാർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ കുളി നിർബന്ധമാക്കാറില്ല, ഷേവ് ചെയ്യാറില്ല, അതേപോലെ തന്നെ ബിയേർഡ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം ക്ലെൻലിനെസ്സിൽ ഉൾപ്പെടും. നിങ്ങൾക്ക് ഹാൻസം ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ക്ലെൻലിനെസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മൂക്കിൽ രോമം വളർന്ന് പുറത്തേക്ക് തള്ളി വരികയാണെങ്കിൽ അത് ഒന്ന് വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നഖം വളർത്താതെ സമയാസമയം നഖം വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബോഡി ഹൈജീനെ പറ്റിയാണ്. പക്ഷേ ബോഡി ഹൈജീനെ പോലെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഡ്രസ് ഹൈജീൻ. ഡ്രസ് ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ ഇടുന്ന വസ്ത്രം അത് വൃത്തിയോടെ ഇടുക. വസ്ത്രത്തിലുള്ള ചുളിവ്, കറ, പാട് ഇതെല്ലാം നോക്കി വേണം വസ്ത്രം ധരിക്കാൻ. മൂന്നാമത്തത് ബോഡി ലാംഗ്വേജ്. കോൺവെർസേഷൻ നടത്തുമ്പോൾ, അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുക. കൈകൾ പോക്കറ്റിൽ ഇട്ടോ അതോ കൈകൾ മുന്നിലോ പിന്നിലോ കെട്ടി സംസാരിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുക, ഫ്രീ ആയിട്ട് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൈകൾ ഉപയോഗിച്ച് സംസാരിക്കുക. നാലാമത്തത് പോസിറ്റിവിറ്റി. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് അട്രാക്റ്റ് ആവുന്നത് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്, ഒരു ലവ് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്. സോ ബി പോസിറ്റീവ്. ഒരു പോസിറ്റിവിറ്റി തോന്നിപ്പിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. സ്മൈൽ. എവിടെ പോയാലും ആരോട് ഇടപഴകുമ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് നിലർത്തുക. ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ആക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ വെറുതെ മുഖം വീർപ്പിച്ച് ഇരുന്നാൽ അത് എന്ത് ബോറായിരിക്കും. അത് മറ്റുള്ളവർക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. സോ കീപ് സ്മൈലിംഗ്. എന്തായാലും അത് നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ പോകുന്നില്ല. സോ കീപ് സ്മൈലിംഗ്. ഇനി അഞ്ചാമത്തെ, ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ 6 പാക്ക് ആബ്സ്, ബൈസെപ്സ്, ട്രൈസെപ്സ് അങ്ങനെയുള്ള ഫിറ്റ്നസ് അല്ല പറയുന്നത്. ശരീരം ഫിറ്റായിട്ട് വെക്കുക. എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. നിങ്ങൾ തടിയുള്ള വ്യക്തിയാണെങ്കിൽ തടി കുറക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേ അവേ ഫ്രം ഷുഗേഴ്സ്. മധുരം കഴിയുന്നതും ഒഴിവാക്കുക. ഇത് നിങ്ങളെ അൺഫിറ്റ് ആക്കും. സോ സ്റ്റേ അവേ ഫ്രം ഷുഗേഴ്സ്. ആറാമത്തത് പോസ്ചർ. തല താഴ്ത്തി ഷോൾഡേഴ്സ് ഡൗൺ ആയിട്ടുള്ള പോസ്ചർ ബാഡ് പോസ്ചറാണ്. പകരം ചെസ്റ്റ് അപ്പ്, ഷോൾഡേഴ്സ് അപ്പ്, ബാക്ക് സ്ട്രെയിറ്റ്, ഈ ഒരു പൊസിഷൻ ഗുഡ് പോസ്ചറാണ്. സോ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങളിൽ കൂടുതൽ കോൺഫിഡൻസ് തോന്നിപ്പിക്കും. ഇനിയുള്ള ഫാക്ടർ പാഷൻ. എന്തിനോടെങ്കിലും പാഷൻ കണ്ടെത്തുക. അത് സ്പോർട്സ് ആവാം, ഫിറ്റ്നസ് ആവാം, ഡാൻസ് ആവാം, അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ആണുങ്ങളോട് പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമാണ്, ഒരു പ്രത്യേക അട്രാക്ഷനാണ്. സോ ബി പാഷനേറ്റ്. ഇനിയുള്ളത് ഓണസ്റ്റി. നിങ്ങൾ ആരാണോ അത് ആയിരിക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അവതരിപ്പിക്കുക. അല്ലാതെ പെണ്ണിനെ ഇംപ്രസ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളല്ലാതെ ആവരുത്.
അതായത് നിങ്ങളുടെ അപ്പന് 4-5 വണ്ടി ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്കിൾ കളക്ടറാണ്, ഡയറക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും വലിയ ആളാണ്, വലിയ പുള്ളിയാണ്, മറ്റേ കൊണാണ്ടറാണ്, ഇങ്ങനെയൊന്നും സ്വയം പൊക്കി പറയാതിരിക്കുക, അതായത് സ്വയം പൊക്കി ആവാതിരിക്കുക. ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെ പ്രത്യേകത, അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ചെയ്യുകയാണെന്ന് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അഥവാ നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട സമയം വരുമ്പോൾ മാത്രം പറയുക, അല്ലാതെ ചാടിക്കേറി പറയാതിരിക്കുക. പിന്നൊരു കാര്യം, പറയുമ്പോൾ സത്യം പറയുക. പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കള്ളം പറയാതിരിക്കുക, കാരണം പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സോ എന്തുണ്ടെങ്കിലും സത്യം പറയുക. ഇനി വരുന്ന അടുത്ത ഫാക്ടർ, ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സിൽ ആദ്യം വരുന്നത് ബി എ ഗുഡ് ലിസണർ. ഒരു പെണ്ണെന്ത് പറയുന്നു അത് കേൾക്കുക, അതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന കാര്യത്തിൽ മാത്രം ഉത്തരം കൊടുക്കുക. എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുക, സംസാരിക്കുക. ഗുഡ് മാനേഴ്സിൽ വരുന്ന രണ്ടാമത്തെ കാര്യം, യൂസ് പ്ലീസ്, താങ്ക് യു ആൻഡ് സോറി. ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ടയിടത്ത് ഉപയോഗിക്കുക. ഒരു പെണ്ണിൻ്റെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക, പകരം അവരുടെ സൈഡിൽ, അതായത് ഒപ്പം അല്ലെങ്കിൽ തൊട്ട് പിറകെ നടക്കുക. എല്ലാത്തിനുപരി നിങ്ങൾ ആരാണോ അതുപോലെ ആവാൻ ശ്രമിക്കുക. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും അവർ ഉള്ളിൽ മോശമാണ് എന്നുള്ളൊരു ധാരണ കാണും. അപ്പോൾ അവർ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ബി ഹൂ യു ആർ. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് സിമ്പിളായിട്ട് വെക്കുക. ഇത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് ലവിങ്. താങ്ക് യു.